ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കിന്ന് തേൻനെല്ലിക്ക ഉണ്ടാക്കിയാലോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ നെല്ലിക്ക നന്നായി കഴുകിയിട്ട് ആവി പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടേ. അതിനായി ഞാൻ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വേവിക്കാം. നമ്മൾ നെല്ലിക്ക എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അധികം കയ്പില്ലാത്ത നെല്ലിക്ക തന്നെ സെലക്ട് ചെയ്യുക. ഈ നെല്ലിക്കയ്ക്ക് കുറച്ച് കയ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. നെല്ലിക്ക ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിറമൊക്കെ മാറി സ്കിന്നൊക്കെ ഇളകിയിട്ട് നല്ല വ്യത്യാസമായി. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈർപ്പം കളയണം. അതിന് വേണ്ടിയിട്ട് തണുത്തതിന് ശേഷം ഞാനൊരു കോട്ടൺ ടവലെടുത്ത് വെയിലത്തുകൊണ്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സെറ്റാവുമല്ലോ, അതുകൊണ്ട്. സംഭവം ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സീഡൊക്കെ മാറ്റിയിട്ട് ഇതിനെ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒറിജിനൽ ഹണി ആഡ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒറിജിനൽ ഹണി തന്നെ ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഹണി ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഈ നെല്ലിക്കയുടെ മുകൾ ഭാഗം വരെ കവർ ചെയ്ത് നിൽക്കുന്ന കണക്കിന് ആണ് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇതൊരാഴ്ച, കറക്റ്റ് ഒരു ആഴ്ച ഇങ്ങനെ അനക്കാതെ വച്ചിരിക്കും. അനക്കാതെ വെച്ചിരുന്നിട്ട് അതിന് ശേഷം ഇത് ഉപയോഗിക്കാം. ഒരാഴ്ച മുതൽ ഒരു 7 ദിവസം മുതൽ 10 ദിവസത്തിന് ശേഷം ഇത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.